ചേട്ടാ ഇത് ഏത് വഴിയാ പോന്നേ? കറക്റ്റ് വഴി തന്നെയാണോ? എടി ഞാൻ ലീലേച്ചിയുടെ വീട്ടിൽ എത്ര പ്രാവശ്യം പോയേക്കുന്നു. ലീലേച്ചിന്റെ പണ്ടത്തെ വീടല്ലേ ഇപ്പം? അവര് പുതിയ വീട് പണിഞ്ഞപ്പോ നമ്മളവിടെ പിന്നെ പാലുകാച്ചിന് പോവാ. അത് ഓർമ്മ വേണം. അവരുടെ പണ്ടത്തെ വീട് എവിടാ? അതൊക്കെ ഞാൻ ഓടിച്ചോളാം. ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ആരാന്ന് അറിയത്തില്ല ഈ ലീലേച്ചി എന്ന് പറഞ്ഞ ആള്. ഞങ്ങളെ പിന്നെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ടാ പിന്നെ പാലുകാച്ചിന് വരുന്നത്. ഞങ്ങളുടെയൊക്കെ അകത്ത് ബന്ധമായിട്ട് വരും. കുട്ടോ പറഞ്ഞത് ശരിയാ. കാരണം നല്ലപോലെ കുഞ്ഞിന്റെ കരച്ചിലേക്കാം. എടി ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, കുഞ്ഞു കരയുന്ന സൗണ്ട് കേട്ടില്ലേ? അയ്യോ ശരിയാണല്ലേ, വീണ്ടും വീണ്ടും കരച്ചിലേക്കുന്നു കുഞ്ഞിന്റെ. അയ്യോ പാവം, ആരെങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടൊന്നും പോയതാന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമുക്ക് ആ കുഞ്ഞിനെ എനിക്ക് പോലീസിൽ ഏൽപ്പിക്കാം. പോലീസ് എനിക്ക് അത് കണ്ടുപിടിച്ചോളൂ അതിന്റെ അച്ഛനും അമ്മയൊക്കെ. അല്ലെങ്കിൽ അവര് പിന്നെ അനാഥാലയത്തിനൊക്കെ കൊണ്ട് വളർത്താൻ കൊടുത്തോളൂ. ഈ വഴി സൈഡിൽ കിടന്ന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നോ രാത്രിയാ. നിങ്ങളല്ലേ ഇതിൽ തന്നെ ഇരുന്നോ, ഞാൻ പോയെങ്കിൽ കുഞ്ഞിനെ നോക്കിട്ട് വരട്ടെ. എവിടെയാ കുഞ്ഞ്? ഞാൻ നോക്കട്ടെ, അവിടെ ആരും കണ്ടില്ലടി. അയ്യോ അതെന്താ കാണാഞ്ഞത്? കുഞ്ഞിന്റെ കരച്ചിൽ നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാണല്ലോ. അയ്യോ ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് കണ്ടില്ല, അവിടെ എല്ലാം നോക്കിയതാ. ഇപ്പൊ ഞാൻ വീണ്ടും കരഞ്ഞു നിൽക്കുന്നത്. ഞങ്ങളോട് ഇറങ്ങി നോക്കണോ? നമുക്കൂടെ ഇറങ്ങി നോക്കാം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ തന്നെ നോക്കി കാണത്തില്ല. വാ വാ, കഷ്ടം, ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ. നമ്മളെല്ലാം വെറുതെ ഇങ്ങനെ കയറി ചെയ്തിട്ട് കാര്യം എന്തോ? എന്താ പരിപാടി? ഇതെന്താ നിങ്ങൾ എല്ലാവരും ഇറങ്ങി വന്നേ? കുഞ്ഞിനെ നോക്കണ്ടേ ചേട്ടാ? അതുകൊണ്ടാ. ചേട്ടൻ പറഞ്ഞാലും കൊണ്ട് തപ്പിയിട്ട് കിട്ടിയില്ലേ കുഞ്ഞിനെ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയത്. ഈ പിള്ളേരുടെ കൂടെ തന്നെ അറിയിക്കുന്നത്. നീ വല്ല അകത്ത് കയറിപ്പോ. എല്ലാരും മാറും വേണ്ട, പരുന്ന് കൂട്ടത്തോടെ പറക്കുന്നത്. ഓ എന്റെ പൊന്നി ചേട്ടാ, അത് പരുന്തല്ല, അത് വവ്വാലത്. അത് പോയി ഞാനും പേടിക്കണ്ട. ഇപ്പൊ പറഞ്ഞ പേടിയാണ്. ഈ പിള്ളേരോട് അതിനെ പറഞ്ഞ് ഇറങ്ങണ്ടത് പുറത്ത്. പാതിരാത്രി ഒന്നും നമുക്ക് അറിയാത്ത സ്ഥലം, ഫോറസ്റ്റ് ഏരിയ ഇത്. ഈ പിള്ളേർക്ക് എന്റെ ആവശ്യമുണ്ട് ഇവിടെ ഇറങ്ങാൻ. പേടി കിട്ടത്തിന്റെ ഇവിടെ ഇറങ്ങിയ. അയ്യോ ചേട്ടൻ പറഞ്ഞ ആ കാര്യം കറക്റ്റ് കേട്ടോ. മക്കളെ നിങ്ങൾ അങ്ങ് കാറിനകത്ത് കയറ്. ഈ അറിയാത്ത സ്ഥലത്തൊക്കെ നമ്മൾ രാത്രിയിലെ കാട്ടിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പേടി കിട്ടും. പിള്ളേരും കയറി. ഞങ്ങൾക്ക് ഇറങ്ങി പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് വലിയ വലിയ ആൾക്കാരാ. അതെ പിന്നെ കരയുന്നു. എനിക്കൊന്ന് ആ ഭാഗത്താന്ന് തോന്നുന്നു കരച്ചിൽ കേട്ടത്. ഇതാണ്ട് ആ കാടിന്റെ മുകളില്. എങ്ങനെയാണ് ഞാൻ അങ്ങോട്ടൊക്കെ ചെന്ന് കയറുന്ന? കാട്ടിലേക്ക് വില പുതിയ ആനയെ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് പോയി കയറുന്നത് റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷെ കുഞ്ഞിന്റെ കരച്ചിൽ വേണ്ടിയിട്ടാണെങ്കിൽ ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒറ്റ കെട്ടായിട്ടാ കയറി ചെല്ലാം കാട്ടിലോട്ട്, മുകളിലോട്ട്. കാട്ടിലൊക്കെ മുകളിലോട്ട് കുറച്ചു ദൂരം പോയാൽ മതിയായിരിക്കുമല്ലോ. എന്നിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. പിള്ളേർ ഒറ്റയ്ക്ക് കാറിനകത്തിരിക്കും, നമ്മൾ എന്നെ എങ്ങനെ ഒറ്റയ്ക്ക് മുകളിലോട്ട് പോകും? പാവം വീണ്ടും കിടന്ന് കരയുവാ, വിശന്നിട്ടായിരിക്കും. അയ്യോ മരം വീഴുന്നു. എന്റെ പൊന്നെ, എന്തൊരു മരമായോ ഇത്? ആ മരം വീണിട്ട് എവിടെ പോയി? അത് കാണാനില്ലല്ലോ. അയ്യോ നിങ്ങൾ കണ്ടല്ലേ മരം വീഴുന്നത്? ചേട്ടൻ പറ. ദുരൂഹതയുള്ള കാണാൻ തോന്നിയത്. ഇവിടെ ഇറങ്ങണ്ടായിരുന്നു. ആ കുഞ്ഞു കരയുന്നത് പറ്റി ഒന്ന് ഇറങ്ങിയത്. ആദ്യമേ കുറെ വവ്വാലിനെ കണ്ടു. അപ്പോഴെനിക്കാണെങ്കിൽ ചെറിയ വശപ്പച്ചൊക്കെ തോന്നിയതാ. അത് കഴിഞ്ഞപ്പോഴത്തെ ഇപ്പൊ മരം എനിക്ക് പച്ച മരം പറ്റി വന്ന് വീണത്. അത് ഉണക്കമരാണെങ്കിൽ വേണ്ടില്ല, ഒരു കാറ്റും ഇല്ല, ഒന്നുമില്ല, അനങ്ങാതെ നിൽക്കും ഇപ്പം. എന്നിട്ട് ഞാൻ നോക്കാം, അത് ചുമ്മാ വന്ന് വീഴുന്നത്. വീണിട്ട് എന്ത് ചെയ്യും? ആ മരം കാണാനുണ്ടോ? അതും ഇല്ല. നമ്മൾ എല്ലാവരും കണ്ടതല്ലേ ആ മരം വീഴുന്നത്. ചേട്ടാ നമ്മളിങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല. ഒന്നുകിൽ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം, അല്ലെങ്കിൽ നമുക്ക് പോകാം കുഞ്ഞിനെ എടുക്കാതെ. ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകും? ആ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവർ അച്ഛനും അമ്മയും പറയണമല്ലോ. ഒന്നുകിൽ അപ്പണം വല്ലതും ആയിരിക്കും കൊണ്ട് ഉപേക്ഷിച്ചത്. ഇത്ര ഡേഞ്ചറായിട്ടുള്ള കാട്ടിൽ തന്നെ ആണല്ലോ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് പോയത്. നമ്മൾ ആ കുഞ്ഞിനെ എങ്ങനെ കൈവെടിയും? നിങ്ങളൊന്ന് സമാധാനപ്പെടുക, ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മക്കളെ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കാവോ? ഞങ്ങളെങ്കിൽ മുകളിലോട്ട് പോയി നോക്കട്ടെ. കുഞ്ഞിന്റെ കരച്ചില്ലെങ്കിൽ മുകളിലാണ് കേൾക്കുന്നത്. ഞങ്ങൾ 4 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് കയറി പോകാൻ പോവാ. നിങ്ങൾ പേടിക്കാതെ അവിടെ ധൈര്യത്തോടെ ഇരിക്കട്ടോ. കാറെങ്കിൽ ഞാൻ ലോക്ക് ചെയ്തേക്കുവാ. ആരും തുറക്കാൻ നോക്കണ്ട കേട്ടോ. മക്കളെ ഞങ്ങൾ പോവാം കേട്ടോ, പേടിക്കാതിരിക്കും. ഞങ്ങൾ പെട്ടെന്ന് വരാം. അവിടെ നിൽക്കി, ഞാൻ ഫ്രണ്ടിൽ പോവാം. നമ്മളീ പോകുന്ന ദിശ തന്നെ കരച്ചിലേക്കുന്നത്. നേരെ മോളാന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് പോ ചേട്ടാ, നമുക്ക് പെട്ടെന്ന് പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വരാം. സൂക്ഷിച്ച് കയറ്. ഞാനെങ്കിൽ പാറ തട്ടി ഇപ്പൊ വീണേനെ. നമ്മൾ കുറെ ദൂരമായിരുന്നു നടക്കാൻ തുടങ്ങിയിട്ട്. കുഞ്ഞിന്റെ കരച്ചിൽ അത് കേട്ടോണ്ടിരിക്കുക. ശരി അവനോടി, ഞാൻ ഇപ്പോഴും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എന്തോ പന്തികളുടെ എനിക്ക് മണക്കുന്നു. എന്താണെന്നറിയാവോ? സാധാരണ നമ്മളതിന്റെ താഴെ തന്നെയാ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. അത് എത്രയോ താഴെയായിരുന്നു ആ റോഡില്. അവിടെ നിന്ന് ഇതേ സൗണ്ട് തന്നെ കേട്ടത്. ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയയിലായിരിക്കും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. ആ കുഞ്ഞ് കിടക്കുന്നത് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് അതേ സൗണ്ട് തന്നെ ഇപ്പോഴും കേൾക്കുന്നത്. അതെങ്ങനെ ഇങ്ങനെ മറിമായി സംഭവിക്കുന്നേ? ചേട്ടാ വല്ല പ്രയോഗത്തിന്റെ കളി വല്ലതും ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനല്ല, ഇത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാടാ. ആ കാട്ടിലാണ് ഈ കുഞ്ഞിനെ ആരും ഉപേക്ഷിച്ചേക്കുന്നത്. ഈ കാടിന്റെ ഒരു പ്രത്യേകതയായിരിക്കും ഇങ്ങനെ നമ്മളെ ഇട്ട് വലയ്ക്കുന്നത്. കുഞ്ഞിവിടെ തന്നെ കാണുമായിരിക്കും. നമുക്ക് അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് പോയാൽ മതി, തിരിച്ചു പോകണ്ട.
അയ്യോ ശാന്തേച്ചി കൊണ്ട് നോക്കിയേ. എന്താ നിങ്ങൾ ആ ചന്ദ്രനെ ശ്രദ്ധിച്ചോ? ചന്ദ്രന്റെ ഒരു നിപ്പ് നോക്കിക്കേ. ഇങ്ങനെ ഇത്ര വലുതായിട്ട് നമ്മൾ ഭൂമി നിന്ന് കണ്ടിട്ടില്ലല്ലോ. അയ്യോ ശരിയാണല്ലോ. ഇതൊന്നും ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നേ. ചന്ദ്രൻ ഇപ്പൊ പോയി വന്ന് പതിക്കുന്നുള്ള രീതിയിലാണല്ലോ നിൽക്കുന്നത് തൊട്ടടുത്ത്. ഇത്രയും വലിപ്പമൊന്നും കാണത്തില്ലല്ലോ ചന്ദ്രന്. കയ്യിലാണെങ്കിൽ നമ്മുടെ കൈവെള്ളയുടെ അത്രയല്ലേ ഉള്ളൂ വലിപ്പം നമ്മൾ നോക്കുമ്പോഴേ. ഇതൊക്കെ ഇത്ര വലുതായിട്ട് നിൽക്കുന്നേ. ഓ എനിക്ക് പേടിയാവും. ആകപ്പെടാം, നമുക്ക് തിരിച്ചു പോകാം. വഴി അറിയാൻ പറ്റുന്നില്ലല്ലോ എങ്ങോട്ടാണ് ഇറങ്ങേണ്ടതെന്ന്. ഒരു വീട് കാണുന്നുണ്ടങ്ങ്. അവിടെ ആൾത്താമസം ഉണ്ടോ എന്തോ, ഇനി വേറെ ഫോറസ്റ്റ് ഓഫീസാണോ എന്തോ ഒന്നും അറിയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും താഴോട്ട് പോകാം. നമ്മളങ്ങനെ തിരിച്ച് റോഡിൽ ഇറങ്ങി. എന്നിട്ട് വല്ല കുഞ്ഞിനൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഇത് എന്തൊരു കഷ്ടമാ. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോണ്ടിരിക്കുന്നില്ല. വീണ്ടും വീണ്ടും നമ്മുടെ ചെവിക്കില്ല കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. നമ്മൾ എത്ര ദൂരം പോയാലും എന്നിട്ട് നമ്മൾ ആ കുഞ്ഞിനെ കാണുന്നില്ല. നമ്മളങ്ങ് വന്ന് ഇറങ്ങിയേക്കുന്ന റോഡ് ഏത് ഭാഗത്തെന്ന് അറിയാൻ വയ്യ. നമ്മൾ ഇട്ടേക്കുന്ന കാറും കാണണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണോ അതോ ബാക്കിലോട്ടോ എനിക്കറിയാൻ വയ്യ. എങ്ങോട്ട് പോയി കിട്ടും നമ്മുടെ കാറ്? ഒരു തിട്ടവും കിട്ടുന്നില്ല ചേട്ടാ. പിള്ളേരെ കാറിനകത്തിരിക്കുക. അയ്യോ പിള്ളേര് കാറിനകത്തിരുന്ന് വിഷമിക്കുമായിരിക്കും നമ്മളെ കാണാതെ. ചേട്ടാ നീ പിള്ളേരെ ഇനി കാറിനകത്തോ നമ്മളെ അന്വേഷിച്ചിറങ്ങുമോ? ഇല്ലടി അത് മേടിക്കണ്ട. ഞാൻ എന്തായാലും കാർ ലോക്ക് ചെയ്തപ്പോ പിള്ളേർ എന്തെങ്കിലും കാറിനകത്ത് തന്നെ സേഫ് ആയിട്ട് കാണും. അയ്യോ വലിയ പെരുമാ പഴഞ്ഞു പോന്നു. അയ്യോ അത് കാണിച്ചത് കയറുമോ? കറക്റ്റ് റോഡ് വഴിയാ പോകുന്നത്. കാറ് കിടക്കുന്നോട്ടത്തോട്ടാണോ പോകുന്നത്? അയ്യോ എനിക്ക് വയ്യേ. എടി എഴുതി അങ്ങ് പോടി. നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും ഈ കാറ്? ആ പെരുമ്പാമ്പിന് വേറെ എങ്ങോട്ടും പോകാൻ സ്ഥലം കിട്ടിയില്ല. ആ റോഡിൽ കൂടെ തന്നെ പോകുന്നത്. ഇപ്പൊ നോക്കിട്ട് കാണാനില്ലത്. എഴുതി പോയി തോന്നുന്നു. അയ്യോ നമ്മുടെ നാടിന്റെ ഹോൺ തന്നെ കേൾക്കുന്നത്. എന്തായാലും ഹോൺ അടിച്ച കാര്യമായി. പിള്ളേർ നമ്മളെ കാണാഞ്ഞിട്ട് ഇപ്പൊ ഹോൺ അടിച്ചതായിരിക്കും. നേരെ ഇങ്ങോട്ടല്ലേ നമുക്കുള്ള വഴി. ഓ ആ പിള്ളേർ ഹോൺ അടിച്ചിട്ട് നമുക്ക് ഇവിടെ കാറ് കിടക്കുന്നത് മനസ്സിലാകാൻ പറ്റിയല്ലോ. ഓ ഭാഗ്യം ഇപ്പൊ പെരുമാ പോയത് മറ്റേ വഴിക്കാ. നമ്മുടെ കാർ ഈ വഴിക്കാ. വാ ചേട്ടാ നമുക്ക് പെട്ടെന്ന് പോകാം. മക്കളെ നമുക്ക് പെട്ടെന്ന് കാറിനകത്തോട്ട് കയറാം. അതിനെന്താ മക്കളെ നിങ്ങൾ ഈ കാറിനകത്ത് തന്നെ ഇരുന്നാ പോരാ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? പിന്നെ നിങ്ങൾ ഹോൺ അടിച്ചത് വലിയ ഉപകാരമായി മക്കളെ. നിങ്ങൾ ഹോൺ അടിച്ചില്ലായിരുന്നു ഞങ്ങൾ ഈ കാർ എടുത്ത് തപ്പിയത്. ഞങ്ങൾക്ക് ആകപ്പാടെ വഴി തെറ്റി നടക്കുമായിരുന്നു നിങ്ങൾ. ഞങ്ങൾക്ക് തോന്നി മക്കളെ ഇത് ഫേക്കാന്ന്. ഏതാണ്ട് പ്രേതം കരയുന്നു അങ്ങനെ. നമ്മൾ ഈ കാട്ടിലൊക്കെ ചുറ്റി നടത്താൻ വേണ്ടിയിട്ട് ആ പ്രേതം കാണിച്ച പരിപാടി ഇങ്ങനെ നമുക്ക് കരയുന്നത്. ഓ ഇനിയിപ്പോ സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് പോവാം. അയ്യോ ഞാൻ മാക്സിമം പറപ്പിച്ച മോളെ ഇടുന്നത്. അയ്യോ ഈ കാട്ടിൽ എങ്ങനെയല്ലേ നമുക്ക് രക്ഷപ്പെടണം. ആ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങ് പോകുന്നു. ഓ നമ്മുടെ ജംഗ്ഷൻ എന്തോന്ന് കാണുന്നത്. ആ കാട് കഴിഞ്ഞു കേട്ടോ ചേട്ടാ. ആ അതെ 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 കാട് കഴിഞ്ഞ്. നമ്മളിപ്പോ എത്ര ദൂരം ഇങ്ങോട്ട് പോകുന്നത്? കാട് കഴിഞ്ഞ് അതുകൊണ്ട് ടൗൺ ഏരിയ ആയി.